ഇവിടെ പത്തനംതിട്ട നഗരസഭാ കൗൺസിൽ യോഗത്തിനിടെ ഒരു വേറിട്ട പ്രതിഷേധം നടന്നു. അവിടെ യോഗത്തിനിടയിൽ കോൺഗ്രസ് പ്രതിനിധികളാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തിയത്. വോളിബോൾ കളിച്ചായിരുന്നു പ്രതിനിധികളുടെ പ്രതിഷേധം. ജില്ലാ സ്റ്റേഡിയം നിർമ്മാണം ഉദ്ഘാടന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടെന്നാണ് കോൺഗ്രസിന്റെ ആക്ഷേപം. അവിടെ കൗൺസിൽ യോഗം നടക്കുന്നു, നേതാക്കളൊക്കെ ചുറ്റുമുണ്ട്. ഇതിനിടയിലാണ് ഈ വോളിബോൾ കളിക്കുന്നത്. അത് പിന്നീട് ഒരു കയ്യാങ്കളിയിലേക്കൊക്കെ പോകുന്നത് പോലെയും ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നു. അപ്പോൾ എന്താണ് നടന്നത് അവിടെ? പത്തനംതിട്ട ജില്ലാ സ്റ്റേഡിയത്തിന്റെ നവീകരണ പ്രവർത്തികളുടെ ഔദ്യോഗികമായ ഉദ്ഘാടനം ഇന്നലെ ക്രമീകരിക്കപ്പെട്ടിരുന്നു. ഇത് പണി ചെയ്യാൻ വേണ്ടിയല്ല, മറിച്ച് വോട്ട് പിടിക്കാനുള്ള തന്ത്രമാണ് എന്നുള്ളതാണ് UDF ഉയർത്തിയ പ്രധാനപ്പെട്ട ആക്ഷേപം. ഒപ്പം തന്നെ ഇടത് സ്ഥാനാർത്ഥി കൂടിയായ MLA പോലും അല്ലാതിരുന്നിട്ടും തോമസ് ഐസക്കിന് വേദിയിൽ ഇടം നൽകുകയും ചെയ്തു. ചുരുക്കത്തിൽ ഇത് രാഷ്ട്രീയ ധാർഷ്ട്യം നിറഞ്ഞ പരിപാടിയാണ് എന്നുള്ള ആക്ഷേപമാണ് UDF ഉയർത്തുന്നത്. ഒപ്പം തന്നെ അവിടെ ഇന്നലെ അവർ പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതേ തുടർന്നാണ് ഇന്ന് കൗൺസിൽ യോഗത്തിൽ വേറിട്ട പ്രതിഷേധത്തിനും അത് കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തത്. കോൺഗ്രസ് കക്ഷി നേതാവായിട്ടുള്ള ജാസിംകുട്ടിയാണ് നഗരസഭാ കൗൺസിൽ ഹാളിനെ വോളിബോൾ കോർട്ടാക്കി മാറ്റിയത്. അദ്ദേഹം തന്നെയാണ് ആദ്യ സർവീസ് തുടർന്ന് സുരേഷ് കുമാർ അടക്കം കോൺഗ്രസ് പ്രവർത്തകർ ബോൾ ഏറ്റുപിടിച്ചുകൊണ്ട് കളിയിൽ മുന്നോട്ട് പോവുകയായിരുന്നു. ഇത് ഏറെക്കുറെ 2-3 തലത്തിലുള്ള സർവീസിലേക്ക് കടന്നതോടുകൂടി ഇടതുപക്ഷത്തു നിന്നും കൗൺസിലർ സാബു ബോൾ പിടിച്ചു വാങ്ങിച്ച് വലിച്ചെറിയുന്ന തരത്തിലേക്ക് കാര്യങ്ങളെത്തി. തുടർന്ന് കോൺഗ്രസ് അംഗങ്ങൾ ചെയർമാൻ്റെ ഡയസിലേക്ക് കയറാൻ ശ്രമം നടത്തിയപ്പോൾ ഇടത് അംഗങ്ങൾ അതിനെ തടയുകയും തുടർന്ന് അംഗങ്ങൾ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ഒരു വേറിട്ട പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ നടന്നതും നമ്മൾ കണ്ടതും.